പഞ്ചാബിൽ AAP നേതാവിനെ വെടിവെച്ചു കൊലപ്പെടുത്തിയ കേസിൽ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. നടന്നുവരുന്ന അക്രമി വാഹനത്തിന് തൊട്ടടുത്തു നിന്നാണ് വെടിയുതിർത്തത്. പ്രതികൾ ഇരുചക്രവാഹനത്തിൽ രക്ഷപ്പെട്ടു. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. PR അരവിന്ദാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അരവിന്ദ്, ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് സാധാരണ പോലെ നടന്നു വരുന്നു, അതിനുശേഷം കൃത്യമായി ഉന്നം വച്ച് അത് വെടിവെക്കുന്നു, അതിനുശേഷം തിരിഞ്ഞ് പോകുന്നു. കൃത്യമായി കാണാം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കൊലപാതകം അല്ലേ? ഇതെന്തായാലും പോലീസ് അന്വേഷണം ഈ വിഷയത്തിൽ കാര്യമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ കൃത്യമായ ആസൂത്രണം ഈ വിഷയത്തിൽ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പോലീസ് പറയുന്നതും അതാണ്. കാരണം കൃത്യമായി എല്ലാ ദിവസവും ആം ആദ്മി പാർട്ടി നേതാവായ ലക്കി ഒബ്രോയ് ഈ ഗുരുദ്വാരയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ കൃത്യമായി ആ സമയം നോക്കി വെച്ചുകൊണ്ട് തന്നെ ആ അക്രമി സംഘങ്ങൾ അവിടേക്ക് എത്തുകയും ഇന്ന് ലക്കി ഒബ്രോയ്ക്ക് നേരെ ആക്രമണം നടത്തുകയുമായിരുന്നു. CCTV ദൃശ്യങ്ങളിൽ ഈ അക്രമി നടന്നു വരികയും പിന്നീട് സാധാരണ രീതിയിൽ കാറിനടുത്തേക്ക് വരികയും പിന്നീട് വെടിയുതിർക്കുകയുമായിരുന്നു. ഏകദേശം 5 തവണ വെടിയുതിർത്തു എന്നതാണ് ദൃക്സാക്ഷികളടക്കം വ്യക്തമാക്കുന്നത്. CCTV ദൃശ്യം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടന്നു കൊണ്ടിരിക്കുന്നത്. മറ്റ് CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വ്യക്തിവൈരാഗ്യമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും രാഷ്ട്രീയ വൈരാഗ്യമാണോ ഈ കൊലപാതകത്തിന് പിന്നിലെന്നും പോലീസ് പരിശോധിച്ചു വരുന്നു. എന്തായാലും വലിയ വിമർശനം ഇപ്പോൾ ആം ആദ്മി സർക്കാരിനെതിരെ ഉയരുന്നുണ്ട്. BJPയും കോൺഗ്രസും ഈ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നു. കാരണം സ്വന്തം നേതാക്കൾക്ക് പോലും സുരക്ഷയില്ലാത്തൊരു സംസ്ഥാനത്ത് മറ്റ് സാധാരണ ജനങ്ങൾ എങ്ങനെയാണ് സുരക്ഷിതരായിരിക്കുക എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. എന്തായാലും പഞ്ചാബിൽ ഒരു രാഷ്ട്രീയ വിവാദമായി ഇപ്പോൾ ഈ ആം ആദ്മി പാർട്ടി നേതാവിന്റെ കൊലപാതകം മാറിയിരിക്കുന്നു. എന്തായാലും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പോലീസിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. സ്മിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.